प्यारे बच्चों आदाब। उर्दू ടാലൻറ്റ് ടെസ്റ്റ് में आप सबका खैर मक़दम है. ഉറുദു ടാലൻറ്റ് ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ ഈ ടാലൻറ്റ് ടെസ്റ്റിൽ ആകെ 15 ചോദ്യങ്ങളാണ് ഉള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. ഓരോ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ നമ്പർ ഇട്ട് അതിൻ്റെ ശരിയായ ഉത്തര കോഡ് മാത്രം എഴുതിയാൽ മതി. അരമണിക്കൂറിന് മുമ്പായി എല്ലാ ഉത്തരവും പേപ്പറിൽ എഴുതി നിങ്ങളുടെ ഉറുദു ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. പഹല സവാൽ, ചോദ്യം നമ്പർ 1. ആലമി യൗമെ ഉറുദു കബ് മനാത്തെ ഹൈ? ആലമി യൗമെ ഉറുദു, വേൾഡ് ഉറുദു ഡേ, കബ് മനാത്തെ ഹെ, എപ്പോഴാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ 15 അഗസ്റ്റ്, ഓപ്ഷൻ ബി 9 നവംബർ, ഓപ്ഷൻ സി 15 ഫെബ്രുവരി, ഓപ്ഷൻ ഡി 11 നവംബർ. രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കലണ്ടറാണ്. കലണ്ടർ ശ്രദ്ധാപൂർവം നോക്കുക. 2021 नवंबर महीने के आखिरी दिन कौन सा है? 2021 നവംബർ മഹീനയിലെ കലണ്ടറാണ് നിങ്ങൾ കണ്ടത്. ഉസ്കെ ആഖിരി ദിൻ കോൻ സാ ഹെ? ആഖിരി ദിവസം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ജുമറാത്ത്, ഓപ്ഷൻ ബി ജുമുഅ, ഓപ്ഷൻ സി മംഗൽ, ഓപ്ഷൻ ഡി ബുധ്. अगला सवाल, सवाल नंबर 3, क्वेश्चन नंबर 3. तस्वीर देखिए, इसमें ज्ञानपीठ अवार्ड याफ्ता शायर है, वो कौन है? അവിടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്. 4 ചിത്രങ്ങളുണ്ട്. ഇവരിൽ ഒരാൾക്ക്, ഒരു കവിക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വോ കോൻ ഹെ? ഓപ്ഷൻ എ ഷഹരിയാർ, ഓപ്ഷൻ ബി മിർസ ഗാലിബ്, ഓപ്ഷൻ സി ഇഖ്ബാൽ, ഓപ്ഷൻ ഡി അബുൽ കലാം ആസാദ്. ജ്ഞാനപീഠം നേടിയ കവി ഇവരിൽ ആരാണ്? സവാൽ നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 4. 4ാമത്തെ ചോദ്യം. हिंदुस्तान का कौमी फल, कौमी परिंदा, कौमी खेल, सही जोड़ चुनकर लिखिए. ഇന്ത്യയുടെ ദേശീയ പല്ല്, ദേശീയ പരിന്ത, ദേശീയ ഖേല്, ഇവയെല്ലാം ശരിയായി വരുന്ന ജോഡി ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ കട്ഹൽ, മോർ, हॉकी, ऑप्शन बी कटहल, कबूतर, हॉकी, ऑप्शन सी आम, मोर, हॉकी, ऑप्शन डी आम, മോർ, കബഡി. പ്രിയപ്പെട്ട കുട്ടികൾ, അടുത്ത ചോദ്യത്തിന് മുമ്പായി ഈ ചിത്രം ശ്രദ്ധാപൂർവം എല്ലാവരും നോക്കണം. ഇവയിൽ എന്താണുള്ളത്? തർക്കാരിയാഹെ അല്ലേ? ഓരോ തർക്കാരിയുടെ കൂടെ ഒരു നമ്പറുമുണ്ട്. ആ നമ്പറും ഓർത്ത് വെക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്. ക്യാ ആപ്നെ തസ്വീർ ദേഖാ ഹെ? നിങ്ങളെല്ലാവരും തസ്വീർ കണ്ടില്ലേ? ഇസ്മേ മിട്ടി കെ അന്തർ ഉഗനെ വാലി തർക്കാരിയാ ക്യാ ക്യാ ഹൈ? മിട്ടി കെ അന്തർ ഉഗനെ വാലി തർക്കാരിയാ ക്യാ ക്യാ ഹെ? അങ്ങനെയുള്ള പച്ചക്കറികൾ ഏതെല്ലാമാണ്? അപ്പോൾ ഓരോ പച്ചക്കറിക്ക് ഓരോ നമ്പർ ഇട്ടിരുന്നല്ലോ. മുനാസിബ് ജോഡ് ചുൻകർ ലിഖിയേ. അഥവാ മിട്ടിക്ക് അന്തർ ഉഗനെ വാലി തർക്കാരികൾ വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 5, 6, 7, ഓപ്ഷൻ ബി 1, 4, 5, 7, ഓപ്ഷൻ സി 1, 3, 5, 6, ഓപ്ഷൻ ഡി 1, 2, 4, 8. ഇതാണ് 5ാമത്തെ ചോദ്യം.
ഇനി ഇതിലെ നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ചിട്ട് ആ ചിത്രം ഒരു പ്രാവശ്യം കൂടി കണ്ട് അതിൻ്റെ നമ്പർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സാവകാശം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ. Delicious cross, Quadrado, it's in! Guess who? Guess who? सवाल नंबर 6, क्वेश्चन नंबर 6. क्या आप वीडियो देखा? നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ? ये एक खेल की वीडियो है. എന്തിൻ്റെ ആയിരുന്നു? एक खेल की वीडियो है. इस खेल से मुताल्लुक़ रखने वाले इस खेल से ताल्लुक़ रखने वाले അഹം ഖിലാഡി കാ നാം ചുൻകർ ലിഖിയേ. നിങ്ങൾ കണ്ട ഈ കളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കളിക്കാരൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ചോദ്യം. സിമ്പിളാണല്ലോ. ഓപ്ഷൻ എ സുനിൽ ഛേത്രി, ഓപ്ഷൻ ബി വിശ്വനാഥ് ആനന്ദ്, ഓപ്ഷൻ സി കോഹ്ലി, ഓപ്ഷൻ ഡി സാനിയ മിർസ. നിങ്ങൾ കണ്ട കളിയുമായി ബന്ധപ്പെട്ട ഖിലാഡിയുടെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 7, ചോദ്യം നമ്പർ 7. പാനി കാ മുത്തറാദിഫ് ലഫ്സ് ഹെ. പാനി കാ മുത്തറാദിഫ് ലഫ്സ് ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ആബ്, ഓപ്ഷൻ ബി ഹവ, ഓപ്ഷൻ സി ധനക്ക്, ഓപ്ഷൻ ഡി ചമക്ക്. ഈ 4 ഏതാണ് പാനിയുടെ മുത്തറാദിഫ് ലഫ്സ്? ആठवां സവാൽ, ക്വസ്റ്റ്യൻ നമ്പർ 8, 8ാമത്തെ ചോദ്യം. എന്താ ചോദ്യം? കേരള के एक मशहूर उर्दू शायर है. केरला के एक मशहूर उर्दू शायर है. ऑप्शंस നോക്കൂ. ए जुलेखा हुसैन, ऑप्शन बी खदीजा मस्तूर, ऑप्शन सी मोहम्मद बशीर, ऑप्शन डी एस.एम. सरवर. सवाल नंबर 9, चौदह नंबर 9. यहाँ एक तस्वीर है. तस्वीर देखिए और से देखिए. ऊपर एक सवालिया निशान है. सवालिया निशान क्वेश्चन सिंबल्स लाल रंग में അല്ലേ, ചുവന്ന നിറത്തിൽ ചോദ്യചിഹ്നം അവിടെ കാണുന്നുണ്ട്. ഉസ് ജഗ आने वाली रिश्तेदार कौन है? सवालिया निशान की जगह आने वाली रिश्तेदार कौन है? ऑप्शन ए दादा दादी, ऑप्शन बी नाना नानी, ऑप्शन सी मामू मामी, ഓപ്ഷൻ ഡി ബേട്ട ബേട്ടി. ഇവരിൽ ആരാണ് ചോദ്യചിഹ്നം മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് വരിക? अगला सवाल, सवाल नंबर 10, क्वेश्चन नंबर 10. यहाँ 4 तस्वीर है. 4 ചിത്രങ്ങളുണ്ട്. इस ग्रूह में नामुनासिब कौन है? ग्रूह में नामुनासिब कौन है? गाय, ऑप्शन बी बकरा, ऑप्शन सी शेर, ऑप्शन डी हाथी. ऑप्शन ए गाय, ऑप्शन बी बकरा, ऑप्शन सी शेर, ऑप्शन डी हाथी. उसमें नामुनासिब कौन है? 11ാമത്തെ ചോദ്യം. ചോദ്യം 11. सूरज आसमान डैश है. सूरज आसमान डैश है. यहाँ डैश की जगह आने वाली हर्फ क्या है? ഡാഷിൻ്റെ സ്ഥലത്ത് വരുന്ന ഹർഫ് ഏതായിരിക്കും?
ऑप्शन ए में, ऑप्शन बी से, ऑप्शन सी को, ऑप्शन डी पर। सवाल नंबर 12, क्वेश्चन नंबर 12। हम डैश से सूंघते हैं, डैश से सुनते हैं और डैश से बोलते हैं। यहाँ 3 ഡാഷ് है. ഈ 3 ഡാഷിൻ്റെ സ്ഥലത്ത് വരുന്നത് ഏതൊക്കെയായിരിക്കും? സൂങ്ത്തെ, സുൻത്തെ और बोलते ആസ ക്യാ ഹെ? ആസയുടെ പേരാണ് നോക്കേണ്ടത്. അപ്പോൾ ആ നിറങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തണം. ഓപ്ഷൻ എ കാൻ, നാക്ക്, പയർ. ഓപ്ഷൻ ബി നാക്ക്, കാന്, സുബാൻ. ऑप्शन सी कान, आँख, नाक. ऑप्शन डी पैर, कान, नाक. सारे जहां से अच्छा हिंदुस्तां हमारा, हमारा सारे जहां से अच्छा. क्वेश्चन नंबर 13. ये गीत गौर से सुनिए. എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ये अल्लामा मोहम्मद इकबाल की मशहूर नज़्म है. अल्लामा मोहम्मद इकबाल की एक मशहूर नज़्म है. इस नज़्म का नाम क्या है? नज़्मिൻ്റെ नाम क्या है? ऑप्शन ए बच्चे की दुआ. ऑप्शन ए बच्चे की दुआ. ऑप्शन बी तराने हिंदी. ऑप्शन सी नया शिवाला. ऑप्शन डी खाके हिंद. क्वेश्चन नंबर 14. सवाल नंबर 14. बच्चे मैदान में डैश. बच्चे मैदान में डैश. ऑप्शंस ए खेलता है. ऑप्शन बी खेलते हो. ऑप्शन सी खेलती है. ऑप्शन डी खेलते हैं. बच्चों ये आखिरी सवाल है. അവസാനത്തെ ചോദ്യമാണ്. आखिरी सवाल, सवाल नंबर 15. क्वेश्चन नंबर 15. यौम आज़ादी कब मनाते हैं? यौम आज़ादी कब मनाते हैं? ऑप्शन ए 15 अगस्त. ऑप्शन बी 9 नवंबर. ऑप्शन सी 15 फरवरी. ऑप्शन डी 11 नवंबर. ഉത്തരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞവർ നിങ്ങളുടെ ഉറുദു ടീച്ചർക്ക് എത്രയും പെട്ടെന്ന് തന്നെ പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്.